أعوذ بالله من الشيطان الرجيم. والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ظعنكم ويوم إقامتكم ومن أصوافها ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ എല്ലാം സൃഷ്ടാവായ പരമകാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും രഹസ്യമായതും പരസ്യമായതും ഒറ്റക്കും കൂട്ടായും വീട്ടിനകത്തും പുറത്തും എല്ലായ്പ്പോഴും തഖ്വ ഉള്ളവരായിരിക്കണമെന്ന്, അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, പേര് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഉടനെ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നാണ് ചോദിക്കുക. എവിടെയാണ് വീട്? നമ്മുടെ താമസ സ്ഥലം, നമ്മുടെ വീട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നമുക്ക് അന്തിയുറങ്ങാൻ ഉള്ള ഒരിടം എന്നത് മാത്രമല്ല, പലപ്പോഴും നമ്മെ നിർണയിക്കുന്ന, നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒന്നുകൂടിയാണ്. വീട് എന്നത് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ആശ്വാസത്തിൻ്റെയും കേന്ദ്രവുമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആവണം. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൻ നഹ്ലിൽ പറയാണ്, വല്ലാഹു ജഅല ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ആക്കിയിരിക്കുന്നു, മിൻ ബുയൂതിക്കും, നിങ്ങളുടെ വീടുകളെ, സക്കന, താമസ സൗകര്യവും വിശ്രമ സ്ഥലവും, അതോടൊപ്പം ശാന്തി നിറഞ്ഞ ഇടം എന്നതാണ്. മൃഗത്തോലുകളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് പാർപ്പിടങ്ങൾ ഉണ്ടാക്കി തന്നു. നിങ്ങളുടെ യാത്രാ നാളുകളിലും താവളമടിക്കുന്ന ദിനങ്ങളിലും നിങ്ങളവ ഉപയോഗപ്പെടുത്തുന്നു. ചെമ്മരിയാടുകളുടെയും ഒട്ടകങ്ങളുടെയും കോലാടുകളുടെയും രോമങ്ങളിൽ നിന്ന് നിശ്ചിത കാലം വരെ ഉപയോഗിക്കാവുന്ന വീട്ടുപകരണങ്ങൾ അവൻ ഉണ്ടാക്കി തന്നു. ഉപകാരപ്രദമായ മറ്റു വസ്തുക്കളും അവൻ നിങ്ങൾക്ക് ആക്കി തന്നു. അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിലാണ് അല്ലാഹു നമുക്ക് വീട് നൽകി എന്ന് പറയുന്നത്. വീട് എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. വീടില്ലാത്തത് ഒരു പരീക്ഷണവുമാണ്. ഒരാൾക്ക് വീടില്ല, അതൊരു പരീക്ഷണമാണ്. പക്ഷെ വീടില്ലാത്തത് മാത്രമല്ല പരീക്ഷണം,
വീടുണ്ടാക്കാനുള്ള വിഭവങ്ങൾ തന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് വീട് ഉണ്ടാക്കിയത് എന്നതും പരീക്ഷണമാണ്. നിങ്ങൾ ഉണ്ടാക്കിയ വീട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നതും പരീക്ഷണമാണ്. എങ്ങനെയാണ് ആ അനുഗ്രഹത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നത് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുന്ന കാര്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളൊക്കെ കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത്. കുറേ ആളുകൾ ഉണ്ടാവും, ജ്യേഷ്ഠനും അനുജനും മക്കളും ഒക്കെ ആയിട്ട് താമസിക്കുന്ന. മുമ്പൊക്കെ അത് വളരെ സാധാരണമായിരുന്നെങ്കിൽ ഇന്ന് അപൂർവമായി അങ്ങനെയാണ്. ഇനിയും ചില ആളുകൾ ഒറ്റക്കൊറ്റക്ക് താമസിക്കുന്നു. ഭാര്യയും മക്കളും മാത്രമുള്ള കുടുംബമായിട്ട് വീടുകൾ വെച്ച് താമസിക്കുന്നു. വേറെ ചില ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്നു. മറ്റുള്ളവരുടെ വീടുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് താമസിക്കുന്നു. ഇനിയും ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പണയത്തിന് താമസിക്കുന്നു. ഇതിൽ ഏറ്റവും അപകടം നിറഞ്ഞൊരു സംഗതി പണയത്തിന് താമസിക്കലാണ്. ഇസ്ലാമിക ശറഅ അനുസരിച്ച് പണയത്തിന് താമസിക്കുന്നത് പലിശയാണ്. നിവൃത്തികേട് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ താമസം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കുക. അതൊരു ബർക്കത്തില്ലാത്ത കൂടലും ജീവിതവുമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പണയത്തിന് താമസിക്കുന്നവർ വീണ്ടും പണയത്തിന് മാറുകയാണ് ചെയ്യുക. അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പണയത്തിന് പോവുകയാണ് ചെയ്യുക. ഈ പണയത്തിന് കൊടുത്ത ആളുകൾക്കും സാധാരണ നിലയിൽ പ്രയാസങ്ങൾ അവസാനിക്കാറില്ല. അവലാദികളും വ്യവലാദികളായിട്ട് തന്നെ ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. അതിപ്പോ വാഹനം പണയത്തിന് കൊടുക്കുന്നതും അങ്ങനെയാണ്. പണയം എന്ന് പറയുമ്പോൾ പണയവസ്തു ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂലി കൊടുക്കണം. നമ്മൾ കടം വാങ്ങുമ്പോൾ നൽകുന്ന ഒരു ഈട് ആണ് യഥാർത്ഥത്തിൽ പണയം. അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പൈസ വേറെ കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ഉപയോഗത്തിന്റെ മൂല്യം പലിശയാണ്. അപ്പം അതുകൊണ്ട് എളുപ്പത്തിൽ ആൾ ചെയ്യുന്ന ഒരു കാര്യം, അതിന് പറയുക ചെയ്യുക, വാടക കൊടുത്ത് പൈസ തീർന്നു പോകും. അപ്പൊ പൈസ തീരാതിരിക്കാൻ ആണ് പണയത്തിന് താമസിക്കുന്നത്. അപ്പൊ 5 വർഷം താമസിച്ചാലും ആ പൈസ ഇങ്ങോട്ട് തന്നെ കിട്ടുമല്ലോ എന്നാണ്. അപ്പൊ അത്രയും കാലം താമസിച്ചതിന്റെ കൂലി എന്താണ്? അത് പലിശയാണ്. അതുകൊണ്ടാണ് അതിലൊരു ബർക്കത്ത് ഇല്ലാത്തത്. വീടിനെ കുറിച്ച് പറയുമ്പോൾ കൂട്ടത്തിൽ പറഞ്ഞതാണ്, പണയത്തിന് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരമാവധി പെട്ടെന്ന് ഒരു ചെറിയ വാടകയ്ക്ക് ഒരു ചെറിയ ക്വാർട്ടേഴ്സോ ഒരൊറ്റമുറിയോ ഒക്കെ വാങ്ങി പെട്ടെന്ന് മാറണം. അങ്ങനെ മാറി അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു റഹ്മത്ത് കിട്ടാൻ വേണ്ടി എന്നുള്ള നിയ്യത്തോടു കൂടി മാറുമ്പോൾ നിങ്ങൾക്ക് വേഗം വീടാവും. അതിനൊക്കെയുള്ള വേറെ ചില മെക്കാനിസം ഉണ്ട് നമ്മൾ കാണാത്തതായിട്ടുള്ള. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. അള്ളാഹുവിൽ നിന്ന് പൊരുത്തല്ലാത്തൊരു സംഗതി എനിക്ക് വേണ്ട എന്ന് വിചാരിക്കുക, അങ്ങനെ പരിശ്രമിക്കുക. പക്ഷെ ഇപ്പൊ പലരും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ മാന്യമായി അതൊരു പ്രശ്നമേ അല്ലാത്ത രീതിയിൽ അങ്ങനെ പോവാണ്. ഒരു മാന്യമായ ഇടപാടായിട്ടാണ് അത്തരം കാര്യങ്ങളെ കാണുന്നത്. കാറ് പണയത്തിനെടുക്കുന്നത്, കടമുറികൾ പണയത്തിനെടുക്കുന്നത്, ബിൽഡിങ്ങുകൾ പണയത്തിനെടുക്കുന്നത്. ഈ പണയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കടം കൊടുക്കുന്നതിന് പകരം വെക്കുന്ന ഒരു ഈടാണ്. അത് ഉപയോഗിക്കണമെങ്കിൽ വാടക വേറെ കൊടുക്കണം. എന്തായാലും നമ്മൾ വീടിനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. വീട് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകം നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതായിട്ടാണ് പറയുന്നത്. അത് കേവലമായ ഒരു കെട്ടിടമല്ല. ഒരു കല്ലും മണ്ണും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു കെട്ടിടം, അങ്ങനെയുള്ള ഒരു കെട്ടിടത്തെ ബിനാ എന്നാണ് പറയുക. ഒരു നിർമ്മിതി ഉണ്ടാക്കിയ ഒരു സംഗതി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക്, ജീവിത വ്യവഹാരങ്ങളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ
എല്ലാ ദിവസവും ഇറങ്ങുന്ന ഇടം എന്ന നിലയിൽ നമ്മൾ അതിനെ മൻസിൽ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ വീടുമായി നമുക്ക് ഒരു മനസ്സോർമ്മയുണ്ടെങ്കിൽ, അതുമായി ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഹൃദയം, നമ്മുടെ ചിന്തകൾ ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ ദാർ എന്ന് പറയും. അതുപോലെ സ്വകാര്യതകൾ സംരക്ഷിക്കുന്ന, അങ്ങനെ കൃത്യമായ ഒരു സംരക്ഷിത വലയമായി കൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ദാർ എന്ന് പറയും. രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലം എന്ന നിലയിലാണ് വീടിനെ നമ്മൾ ബൈത്ത് എന്ന് പറയുന്നത്. എന്നാൽ കുടുംബത്തോടൊപ്പം അവിടെ മനസമാധാനത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് അത് മസ്കൻ ആയിത്തീരുന്നത്, സക്കീനത്തുള്ള സ്ഥലം ആയിത്തീരുന്നത്. ഇപ്പൊ നമ്മുടെ വീട് ഒരു കേവല കെട്ടിടമാണോ? നമ്മുടെ വീട് എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരുമാണ് ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിലും മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മസ്കൻ. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബത്തുൻ ഫീ ജന്നാത്തി അദ്ൻ. നിത്യസ്വർഗത്തിൽ ഒരു മസ്കൻ, ശാന്തി നിറഞ്ഞ സമാധാനമുള്ള ഒരു വീട് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് നൽകുന്നു എന്നാണ്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ വീടിനെ കുറിച്ചുള്ള ഒരു ചിന്ത, അതൊരു വലിയ കെട്ടിടമാകണമെന്നില്ല, വമ്പിച്ച സൗകര്യങ്ങൾ നിറഞ്ഞ ഒരു കൊട്ടാരമാകണമെന്നില്ല. അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അതിൻ്റെ നിർമ്മിതി എത്രത്തോളം മനോഹരമാണെങ്കിലും അല്ലെങ്കിലും, അത് ഓരോരുത്തരുടെയും സാമ്പത്തിക അവസ്ഥയും ശേഷിയും ഒക്കെ അനുസരിച്ചാണ് നിർമ്മിച്ചെടുക്കാൻ കഴിയുക. പക്ഷേ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നതല്ല, അതിനകം മസ്കനാണോ എന്നത് നമ്മൾ പരിശോധിക്കണം. സമാധാനം കിട്ടുന്നുണ്ടോ? പണിയൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ പോകണമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ പരമാവധി സമയം നൈറ്റ് ലൈഫ് അങ്ങാടികളിൽ, ഇപ്പൊ കോഴിക്കോട് അങ്ങനെയുള്ള ഒരു പട്ടണമാകുന്നു എന്നാണ് പഠനം, രാത്രി ഹയാത്താക്കുക, പള്ളിയിലല്ല അങ്ങാടിയിൽ. അതിനാവശ്യമായുള്ള റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്നു, വിനോദ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ തന്നെ അങ്ങനെയാണ് പട്ടണം. അങ്ങനെ നമ്മുടെ ആളുകളെല്ലാവരും, യുവാക്കൾ പ്രത്യേകിച്ചും അല്ലാത്തവരും ഒക്കെ അങ്ങാടിയിലാണ്. വീടൊക്കെ പൂട്ടി അങ്ങോട്ട് പോവാണ്, വീട്ടുകാരുൾപ്പെടെ. ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. വജഅൽന ലൈല ലിബാസ. അള്ളാഹു ഉണ്ടാക്കിയ ഈ പ്രകൃതി എങ്ങനെയാന്ന് ചോദിച്ചാൽ, സമൂഹത്തിൽ വളരെ അനിവാര്യമായും ചില ആളുകൾക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. ഡോക്ടർമാർക്ക്, പോലീസുകാർക്ക്, സെക്യൂരിറ്റി ജീവനക്കാർക്ക്, ഡ്രൈവർമാർക്ക്, അങ്ങനെ ചിലപ്പോ അനിവാര്യമായ കാരണങ്ങളാൽ രാത്രി ഡ്യൂട്ടി ഉണ്ടാകും പുതിയ കാലത്ത്. അത് നമ്മുടെ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന നിലയിൽ കുറച്ചധികം ഉണ്ടാവും. പക്ഷേ അങ്ങനെയല്ലാത്ത സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മആശ. പകൽ സമയമാണ് മഈശത്തിന്റെ സമയം, രാത്രി വിശ്രമത്തിന്റെ സമയമാണ്. അങ്ങനെയാണ് പടച്ചോൻ നമ്മളെ ശരീരത്തെ തന്നെ ഉണ്ടാക്കിയത്. ഇപ്പൊ രാത്രി നഷ്ടപ്പെടുന്ന ഉറക്കം നിങ്ങൾ പകൽ എത്ര ഉറങ്ങി തീർത്താലും പകരമാവുകയില്ല. രാത്രി കാലങ്ങളിൽ വീട്ടിലേക്ക്, അപ്പോഴാണത് ബൈറ്റ്സ്, അങ്ങനെ വീട്ടിലേക്ക് പോകാൻ തോന്നുന്ന ഒരു അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അതിനാവശ്യമായ ഭൗതികമായ ഒരുക്കങ്ങളും നടത്തണം. കൊച്ചു വീടാണെങ്കിലും അത് വൃത്തിയായി സൂക്ഷിക്കണം. എല്ലാ ദിവസവും അടിച്ചു വാരണം, എല്ലാ ദിവസവും തുടയ്ക്കണം, അഴുക്കുകളൊക്കെ ഒഴിവാക്കണം.
വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരുങ്ങിയാൽ അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ കുറച്ച് മാത്രം ചെയ്താൽ മതിയാവുന്ന കാര്യമാണ്, പിന്നേക്ക് വെക്കാതിരുന്നാൽ. അങ്ങനെ വീട്ടിനകം നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന, ഇഷ്ടത്തോടെ കയറി ചെല്ലാൻ പറ്റുന്ന ഭൗതികമായ അന്തരീക്ഷവും വേണം. വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നന്നാകുമ്പോഴാണ് ഒരാൾക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുക. അപ്പൊ പുറമെ നിന്ന് പലതരത്തിലുള്ള കാര്യങ്ങളിലും ഇടപെട്ട് ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലുള്ളവർ സ്വീകരിക്കേണ്ടുന്ന ഒരു സുന്നത്തുണ്ട്. പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കണം. ചില വീട്ടമ്മമാരൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഇങ്ങ് വരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരിക്കും. വന്ന ഉടനെ ആവലാദികളും വേവലാദികളും ഒക്കെ പറയാൻ. ഇപ്പൊ വാട്സപ്പ് ഒക്കെ വന്നതുകൊണ്ട് അങ്ങനെ വരാൻ കാത്തു കണ്ടതില്ല, പെട്ടെന്ന് തന്നെ അയക്കുന്നവരുണ്ട്. പക്ഷെ വീട്ടിലെത്തുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖവുമായി സ്വീകരിക്കാൻ കഴിയണം. എന്നിട്ട് വന്ന് ഒന്ന് അടങ്ങി, അതിനൊക്കെ ശേഷമാണ് ഗൗരവപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത്. അതൊക്കെ സുന്നത്തായ കാര്യമാണ്. ഇനി വലിയ യാത്ര കഴിഞ്ഞ് വരികയാണെങ്കിൽ, യാത്ര കഴിഞ്ഞ് വരുന്നവർ തൊട്ടടുത്ത പള്ളിയിലേക്കാണ് പോകേണ്ടത് എന്നാണ്. തൊട്ടടുത്ത പള്ളിയിലേക്കാണ് പോകേണ്ടത്. 2 റക്അത്ത് നിസ്കരിച്ച് ദീർഘയാത്ര ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെയാണ്. ഹജ്ജിന് മാത്രമൊന്നുമല്ല, ഒരു ബിസിനസ് ടൂർ കഴിഞ്ഞ് വരികയാണെങ്കിലും ആദ്യം പള്ളിയിൽ പോവുകയാണ് വേണ്ടത്. എന്നിട്ട് അവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന രീതിയാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതേപോലെ തന്നെ സ്വന്തം വീട്ടിലേക്കാണെങ്കിലും ഒരു സർപ്രൈസ് നൽകാൻ വേണ്ടി ഓടിക്കയറി ചെല്ലാൻ പാടില്ല. ഇപ്പൊ അതൊക്കെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫിലൊക്കെ ദീർഘകാലം ജോലി ചെയ്ത മക്കൾ വിവരം അറിയിക്കാതെ വരും. സർപ്രൈസ് ഒന്നൊരു ഇസ്ലാമികമായ സംസ്കാരമല്ല, അറിയിച്ചിട്ടാണ് വരേണ്ടത്. സ്വന്തം വീട്ടിലേക്കോ, അതെ സ്വന്തം വീട്ടിലേക്കാണെങ്കിലും വീട്ടുകാരോട് ഞാൻ ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞു പോകണം. ഭാര്യ മാത്രമാണ് വീട്ടിലുള്ളതെങ്കിൽ അവൾക്ക് നിങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കണം. അതൊക്കെ കുടുംബ ജീവിതത്തിന്റെയും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെയും നല്ല മുന്നോട്ട് പോക്കിന് അനിവാര്യമായ സംഗതിയാണ്. അപ്പൊ വീടിനെ ഒരുക്കി വെക്കാൻ, വീട്ടുകാർക്ക് ഒരുങ്ങി നിൽക്കാൻ ഒക്കെ പാകത്തിലായിരിക്കണം ആ പ്രവേശനം എന്നാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ അനുവാദം ചോദിക്കണം, അറിയിപ്പ് നൽകണം, സലാം പറയണം. ഇതൊക്കെ അതിന്റെ നിയമങ്ങളാണ്. സ്വന്തം വീട്ടിലേക്കും അങ്ങനെയാണ്, വീട്ടിനകത്തെ മുറികളിലേക്കും അങ്ങനെയാണ്. വീട്ടിനകത്ത് തന്നെ വ്യത്യസ്ത മുറികൾ ഉണ്ടാവും. ജ്യേഷ്ഠനും അനുജനും ഉണ്ടാവും, മക്കളും അവരുടെ ഭാര്യയും ഉണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാവും. അപ്പോൾ ആ വീട്ടിന് എല്ലായിടത്തും ഒരുപോലെ കയറി ഇറങ്ങുന്ന ഒരു രീതി ശരിയല്ല. ഇതൊക്കെ കൂടുതൽ സങ്കീർണമാവാൻ വേണ്ടിയല്ല, നമ്മുടെ ജീവിതത്തിന് സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഈ അനുവാദത്തിന്റെയും മുന്നൊരുക്കത്തിന്റെയും ഒക്കെ പ്രതീകമാണ് നമ്മുടെ അറകളുടെ വാതിലുകൾ. അല്ലെങ്കിൽ പിന്നെ വീടിനാകെ 2 വാതിൽ പോരെ? മുൻഭാഗത്തെ വാതിലും അടുക്കളന്റെ വാതിലും മാത്രം പോരെ? എന്തിനാണ് മുറികൾക്ക് വാതിലുകൾ എന്ന് ചോദിച്ചാൽ, സൗന്ദര്യത്തിൻ്റെതായ വ്യവസ്ഥാപിതത്വത്തിൻ്റെതായ അതിരും വരമ്പും വീട്ടിനകത്തുള്ള ആളുകൾ തമ്മിലുമുണ്ട് എന്നതുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ നേർക്കുനേരെ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അനുവാദം ചോദിക്കണം എന്നും, പ്രത്യേകിച്ചും ഇന്ന സമയങ്ങൾ അനുവാദം ചോദിക്കണം എന്നൊക്കെ ഖുർആൻ തന്നെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ വീടുകളെ നമുക്ക് ജീവസുറ്റ വീടുകളാക്കണം. ചില വീടുകളൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ പിന്നെ ലോഡ്ജ് മുറികൾ പോലെയാണ്. ഓരോരുത്തർക്കും ഓരോ മുറി, അവരവിടെ പോയി കിടന്നുറങ്ങി, അവർക്ക് തോന്നുമ്പം വന്ന് അവർക്ക് തോന്നുമ്പം പോയി, മറ്റുള്ളവരോട് പറയേണ്ടതും ചോദിക്കേണ്ടതുമായ കാര്യമില്ലല്ലോ. ലോഡ്ജുകൾ അങ്ങനല്ലേ. ചിലത് റെസ്റ്റോറൻറ്റ് പോലെയാണ്. ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു. അവിടെ സെർവ് ചെയ്യുന്ന ഭാര്യയോ ഉമ്മയോ പെങ്ങളോ മകളോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അവർ ഭക്ഷണം കൊണ്ടുപോയി വെക്കുന്നു. തൊട്ടടുത്തിരിക്കുന്നവരെ നോക്കുന്നില്ല, അവരുമായി പ്രത്യേകിച്ച് ബന്ധമല്ല. അങ്ങനെയാണ്. ഇങ്ങനെയല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ വീടുകൾ എന്ന് പറയുന്നത് നമ്മൾ അല്പം കൂടി ഗൗരവത്തിൽ കാണേണ്ടുന്ന സ്ഥാപനങ്ങളാണ്, ഇടങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീടുകളെ ജീവസുറ്റതാക്കി മാറ്റാൻ ഉള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ദിക്റാണ്.
മസ്ലുൽ ബൈത്തുല്ലദീ യുദ്കറുല്ലാഹു ഫീഹി വബൈത്തുല്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസ്ലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടിന്റെയും അള്ളാഹുവിനെ സ്മരിക്കപ്പെടാത്ത വീടിന്റെയും ഉപമ ജീവനുള്ളതിന്റെയും മരിച്ചതിന്റെയും ഉപമ പോലെയാണ് എന്നാണ്. അപ്പോ ജീവനുള്ളതും മരിച്ചതും മയ്യത്ത് പോലെയാണ് എന്നാണ്. നമ്മുടെ ഇപ്പൊ തന്നെ നമ്മളെ പല വീടുകളും മയ്യത്ത് പോലെയാണ്. അവിടെ ഖുർആൻ പാരായണം കേൾക്കുന്നില്ല. മുമ്പൊക്കെ പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയായിരിക്കും, എല്ലാ വല്യമ്മമാരും മക്കളോട് പറയും, മക്കളോട് യാസീൻ ഓതാൻ പറയും, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ പറയും, അല്ലെങ്കിൽ സൂറത്തുൽ വാഖിഅ മഗ്രിബ് കഴിഞ്ഞ് മോളെ വാഖിഅ ഓതെന്ന് പറയും. ഇപ്പോ പറയാൻ വല്യമ്മയില്ല, വല്യമ്മന്നെയും വാട്സപ്പിലാണ്, അങ്ങനെയുണ്ടല്ലോ. അപ്പോ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ വീട് മയ്യത്തായി പോകും എന്നാണ് പറയുന്നത്. വീട് മയ്യത്തായി പോകും. അപ്പൊ സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആനാണ്, ഖുർആനിന്റെ ഹൃദയമാണ്. അത് പാരായണം ചെയ്യണം. മരിക്കാൻ കാത്തിക്കരുത് യാസീൻ ഓതാൻ. ജീവനുള്ളപ്പോ ചെയ്യേണ്ട കുറെ നിർദ്ദേശങ്ങൾ അതിലുണ്ട്. അത് ജീവനുള്ളപ്പോ കേട്ടാൽ പ്രയോജനകരമായ പലതും അതിലുണ്ട്. സൂറത്തുൽ വാഖിഅയിലുണ്ട്, മുഅവ്വിദത്തൈനിയിലുണ്ട്, സൂറത്തുൽ ഇഖ്ലാസിലുണ്ട്, ആയത്തുൽ കുർസിയിലുണ്ട്. നിങ്ങൾ ഖുർആനിന്റെ ഏതു ഭാഗങ്ങളിലുമുണ്ട്. ഇപ്പൊ വെള്ളിയാഴ്ചയൊക്കെ വെള്ളിയാഴ്ചന്റെ തലേന്ന് അല്ലെങ്കിൽ വ്യാഴാഴ്ച മഗ്രിബ് മുതൽ സൂറത്തുൽ കഹ്ഫ് വീട്ടിൽ വെച്ച് ഓതാം. വീട്ടിൽ വെച്ചും പലരും ഓതുന്നില്ല, പള്ളിയിലും അങ്ങനെ ഒരു സംഭവമല്ല. പള്ളിയിലൊക്കെ മുമ്പ് വെള്ളിയാഴ്ച രാവിലെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു മൂളക്കം കേൾക്കായിരുന്നു പള്ളിയിൽ. എല്ലാവരും ഇരുന്ന് ഇങ്ങനെ അൽക്കഫ് ഓതാണ്. ചിലപ്പോൾ അക്ഷരമൊക്കെ തെറ്റുന്നുണ്ടാവും, തജ്വീദൊന്നും നേരായിട്ടുണ്ടാവൂല, നീട്ടേണ്ട അടുത്തൊന്നായിരിക്കില്ല നീട്ടുന്നുണ്ടാവും, അടുത്ത അക്ഷരം വായിക്കാൻ കിട്ടണവരെ അതിന്റെ മുമ്പുള്ള നീട്ടുന്നൊക്കെ ഉണ്ടാവും, പക്ഷേ ഓതുന്നുണ്ടാവും. ഇന്ന് മുസഹഫ് എടുത്തു വെക്കേണ്ട കാര്യം പോലും ഇല്ല ഓതാൻ. എല്ലാവരുടെ കയ്യിലും മൊബൈലും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പള്ളികളിൽ ഇഷ്ടം പോലെ മുസഹഫുകളും ഉണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ റാക്കിലൊക്കെ ഉള്ള മുസഹഫുകൾ നമുക്ക് അനുകൂലമായാണോ പ്രതികൂലമായാണോ സാക്ഷ്യം പറയാ? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ വീട്ടിൽ വെച്ച്, നമ്മളെ വീട്ടിൽ വെച്ചും അള്ളാന്റെ വീടായ പള്ളിയിൽ വെച്ചും ഒക്കെയുള്ള ഖുർആൻ പാരായണം വളരെ പ്രധാനമാണ്. അപ്പൊ അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ, ദിക്ർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഉണരുമ്പോഴും നമ്മൾ കൈ കഴുകാൻ പോകുമ്പോഴും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴും എല്ലായ്പ്പോഴും അള്ളാഹുവിനെ ഓർമ്മിക്കുക, ദിക്റിലായിരിക്കുക. ഓരോ നേരത്തെയും പ്രാർത്ഥന ദിക്റാണ്, ഖുർആൻ പാരായണം ദിക്റാണ്. പിന്നെ ദിക്റായിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുള്ള കുറെ സംഗതികളുണ്ടല്ലോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. വളരെ വലിയ ഫലം കിട്ടുന്ന ദിക്റുകൾ. ഇങ്ങനെ വീടിനെ ഹയാത്താക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ നിന്ന് നിസ്കാരം നിർവഹിച്ചാൽ തന്റെ നിസ്കാരത്തിൽ നിന്ന് ഒരു പങ്ക് അവൻ തന്റെ വീടിനും നൽകട്ടെ എന്നാണ്. ആണുങ്ങളൊക്കെ പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത്, പക്ഷെ ഒരു പങ്ക് വീടിനും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ സുന്നത്തായ നിസ്കാരത്തിന് ഏറ്റവും പുണ്യം കിട്ടുക വീട്ടിൽ നിന്ന് നിസ്കരിച്ചാലാണ്. സുന്നത്ത് നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ സുന്നത്ത് തന്നെ നിസ്കരിക്കണില്ല എന്നുള്ളതാണ് അവസ്ഥയെങ്കിലോ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഫർള് തന്നെ വീട്ടിൽ നിസ്കരിച്ചാൽ സുന്നത്തില്ല. യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്? ഫർള് പള്ളിയിൽ നിന്നാണ് ആണുങ്ങൾ നിർബന്ധമായിട്ട് നിസ്കരിക്കേണ്ടത്, പള്ളിയിൽ നിന്നാണ്. അതേ സമയത്ത് റവാത്തിബ് സുന്നത്തുകൾ, ഇപ്പൊ ളുഹർ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നത് വീട്ടിൽ നിന്നാണെങ്കിൽ അതിന്റെ മുമ്പുള്ള 2 റക്അത്ത് വീട്ടിൽ നിസ്കരിച്ചിട്ട് പോവാം. നിസ്കരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ചോറ് തിന്നതിന് മുമ്പ് പിന്നെ അതിന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക. അപ്പൊ വീട്ടിൽ നിന്നാണ് സുന്നത്ത് നിസ്കരിക്കല്. തഹിയ്യത്ത് നമസ്കാരം പള്ളിയിൽ വെച്ച് മാത്രം നിർവഹിക്കാൻ പറ്റുന്ന തഹിയ്യത്ത് നിസ്കാരം ഉണ്ട്. അത് പള്ളിയിൽ കയറുമ്പോഴുള്ള സുന്നത്ത് എന്നുള്ളതാണ്. അത് പള്ളിയിൽ നിന്നാണ്. ബാക്കിയുള്ള എല്ലാ സുന്നത്തായ നിസ്കാരങ്ങളും വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പങ്ക് വീടിനും കൊടുക്കണം. അങ്ങനെ വീട്ടിൽ നിസ്കരിക്കണം എന്നാണ്. അതിന് പ്രത്യേക ഒരു നിസ്കാരമുറി ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബെഡ്റൂമിൽ നിന്ന് നിസ്കരിക്കാം, ഡൈനിങ് ഹാളിൽ നിസ്കരിക്കാം, കോലായിൽ നിസ്കരിക്കാം, എവിടെ നിന്ന് നിസ്കരിക്കാം.
അവിടെ വൃത്തിയാക്കണം. അപ്പൊ അവിടെ നിന്നൊക്കെ നിസ്കരിക്കുമ്പോൾ ആ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി, നിങ്ങൾ നിസ്കരിച്ച സ്ഥലം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷ്യം വഹിക്കും. അവിടെയൊക്കെ നന്മയുണ്ടാകും, ബർക്കത്തുണ്ടാകും. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിസ്കരിക്കാത്ത ആളുകൾ താമസിക്കുന്ന വീടിൽ പിന്നെ എങ്ങനെയാ നല്ല ജീവിതം ഉണ്ടാവുക? ഒരിക്കലും ഉണ്ടാവൂല. അപ്പോ വീട് അള്ളാഹുവിന്റെ ദിക്റിനാൽ നിങ്ങൾ ഹയാത്താക്കുക, സജീവമാക്കുക. വീട്ടിൽ വെച്ച് ദിക്ർ ഉണ്ടാവുക, ഖുർആൻ പാരായണം ചെയ്യുക. പുരുഷന്മാര് സുന്നത്തായ നിസ്കാരം വീട്ടിൽ നിസ്കരിക്കാൻ ശ്രമിക്കുക. അപ്പോ കച്ചവട കടയിൽ നിന്നൊക്കെ പള്ളിയിൽ വരുന്നവർക്കൊന്നും അത് കഴിയില്ല, കഴിയാത്തവര് ചെയ്യണമെന്നല്ല, സാധ്യമായവർ. ഇപ്പൊ സുബൈക്ക് പള്ളിയിൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് പോവാം. എന്നിട്ട് പള്ളിയിലെത്തിയിട്ട് തഹിയ്യത്ത് വേറെ നിസ്കരിക്കാം. സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് എന്ത് ചെയ്യാം? വീട്ടിൽ നിസ്കരിച്ചിട്ട് പോവാം. അങ്ങനെ വീട്ടിൽ നിസ്കാരം വേണം, ഖുർആൻ പാരായണം വേണം, ദിക്ർ വേണം, ദുആ വേണം. വീട്ടിലേക്ക് കയറുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ വീട്ടിലേക്ക് കയറിച്ചാൽ, ഈ ഖുർആൻ എന്ന് പറയുന്നത് നമുക്കറിയാം വിശദാംശങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത കിതാബാണ്. പക്ഷെ വിശദാംശങ്ങൾ പഠിപ്പിക്കാത്ത ഈ കിതാബിൽ അള്ളാഹ് പറയാണ്, ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകത്തുൻ ത്വയ്യിബ. നിങ്ങൾ വീടുകളിൽ കടന്നു ചെല്ലുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതവും പവിത്രവുമായ അഭിവാദ്യം എന്നുള്ള നിലയിൽ നിങ്ങൾ അന്യോന്യം സലാം പറയണം. അള്ളാഹു കൽപ്പിക്കുകയാണ്, സലാം പറയണം. ആരാന്റെ വീട്ടിൽ പോകുമ്പോൾ മാത്രമല്ല, അവനാന്റെ വീട്ടിൽ പോകുമ്പോഴും സലാം പറയണം. ആരാന്റെ വീട്ടിൽ ഏതായാലും അനുവാദം ചോദിക്കാതെ പ്രവേശിക്കാൻ പാടില്ല. നമ്മളിപ്പോ ഒരു വീട്ടിന്റെ മുറ്റത്തെത്തി, നമ്മൾ നേരെ വാതിലിന് മുമ്പിൽ നിൽക്കരുത് എന്നാണ്. ഒരു ലേശങ്ങ് തെറ്റി. കാരണം അകത്തുള്ള ആള് പെട്ടെന്ന് ചിലപ്പോ അത്ര ഒരുങ്ങാതെ പാഞ്ഞു വന്ന് വാതിൽ തുറന്നാൽ അവരെ നമുക്ക് ഹിജാബില്ലാത്ത രീതിയിൽ, കാണാൻ പറ്റാത്ത രീതിയിൽ കാണേണ്ടി വരരുത്. അപ്പൊ അതിനെ കണ്ണ് താഴ്ത്തി നിൽക്കണം. കോളിംഗ് ബെല്ലടിച്ചിട്ട് അവരെ കാണുന്ന രീതിയിൽ, അവർക്ക് നമ്മളെ കാണാൻ പറ്റുന്ന രീതിയിൽ നിന്നു കൊടുക്കണം എന്നാണ്. ഒരിക്കൽ ബെല്ലടിച്ചു, ആരും വാതിൽ തുറക്കുന്നില്ല, വീണ്ടും ബെല്ലടിച്ചിട്ടും തുറക്കുന്നില്ല, 3 വരെ നിങ്ങൾക്കാകാം. പിന്നെ നിങ്ങൾ അവരെ ശപിക്കരുത്, അവരോട് കോപിക്കരുത്, അവരെ പറ്റി വിഷമിക്കരുത്. കാരണം നിങ്ങൾ അങ്ങോട്ട് ചെല്ലേണ്ടതില്ലാത്തൊരു നേരാണെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ മാന്യമായിട്ട് തിരിച്ചു പോരണമെന്നാണ്. വീടിന് ജനലുണ്ടാകും, ആ ജനലിലൂടെ 1 വേ ആയിട്ടേ നോക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് മാത്രമേ ജനലിലൂടെ നോക്കാൻ പാടുള്ളൂ. പുറത്തു നിന്ന് അകത്തേക്ക് ജനലിലൂടെ നോക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ സാമൂഹ്യമായ സുരക്ഷിതത്വത്തിനുണ്ടാക്കിയ നിയമങ്ങളാണ്. ഒരാൾക്ക് വീട്ടിനകത്തുനിന്ന് ആവശ്യമാണെങ്കിൽ പുറത്തേക്ക് നോക്കാനും കൂടിയാണ് ജനല്. അതേസമയത്ത് പുറത്ത് വന്ന് നിൽക്കുന്ന ഒരാൾ ജനലിനകത്തൂടെ അകത്തേക്ക് നോക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഒരുപാട് നിയമങ്ങൾ നമ്മുടെ ഈ ഇത്തരം ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുന്നത്താക്കിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിളക്ക് ഊതി കിടക്കണം, അടുപ്പിൽ തീയില്ലെന്ന് ഉറപ്പുവരുത്തി കിടന്നുറങ്ങണം, കിടന്നുറങ്ങുമ്പോൾ വിരിപ്പ് തട്ടിക്കൊടഞ്ഞ് കിടക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കാരം നോമ്പ് മാത്രമല്ല, കിടന്നുറങ്ങാൻ നേരത്ത് വിരിപ്പ് കൊട്ടിക്കിടക്കണം. വിരിപ്പ് പൊട്ടിട്ട് തന്നെ ആയിരിക്കും ഇതുവരെ കിടന്നത്, പക്ഷെ അത് സുന്നത്താന്ന് നിയ്യത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ? ഇനി ഇതിനൊക്കെ നിയ്യത്ത് വെച്ചോളി. വെള്ളത്തിന്റെ പാത്രം മൂടി വെക്കണം, സുന്നത്തായ കാര്യമാണ്. വെള്ളത്തിന്റെ പാത്രം മൂടി വെക്കണം, സുന്നത്തായ കാര്യമാണ്. മൃഗങ്ങളെ പോലെ വലിച്ചു കുടിക്കരുത്. വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് ബിസ്മി ചൊല്ലി വലത് കൈ കൊണ്ട് അല്പാൽപ്പം കുടിക്കണം. എത്രയേറെ മഹത്തരമായ പുണ്യങ്ങളാണ് നമ്മുടെ നിത്യജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എത്ര പുണ്യം കിട്ടും എന്നറിയോ? ഒറ്റ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഇഷ്ടം പോലെ പുണ്യം കിട്ടും. വലത് കൈ കൊണ്ട് ഇരുന്ന് കഴിയുമെങ്കിൽ കിബിലക്കഭിമുഖമായി അല്പാൽപ്പം മുറുക്കായി കുടിച്ചാൽ ശരീരത്തിനും നല്ലത്, അതോടൊപ്പം സുന്നത്ത് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ പാലിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. ഏതായാലും അള്ളാഹുവിന് പൊരുത്തമുള്ള തൃപ്തിയുള്ള ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങളെ മാറ്റാൻ ബോധപൂർവം നമ്മൾ ശ്രമിക്കണം. ഞാനിപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല.
ഇതുപോലുള്ളൊരു സമയത്ത് ഇത്തരം കാര്യങ്ങളിലും ചില നിയമനിർദ്ദേശങ്ങൾ ഉണ്ട് ഇസ്ലാമിൽ എന്ന് ബോധ്യപ്പെടുത്താനേ കഴിയും. അത് വെച്ചുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈമാൻ കൊണ്ട്, ദിക്ർ കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട്, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ കീഴ്പ്പെടുക, അവന് മുസ്ലിമായി തീരുക എന്നതുകൊണ്ട് നമ്മുടെ വീടുകൾ ബർക്കത്തുള്ള വീടുകളാവണം. അവിടെ ആയിരിക്കണം നമ്മൾ അന്തി ഉറങ്ങേണ്ടത്, അവിടെ നിന്നായിരിക്കണം വരേണ്ടത്, അവിടേക്കായിരിക്കണം തിരിച്ചു പോകേണ്ടത്, അവിടെ ആയിരിക്കണം നമ്മുടെ മക്കളെയും നമ്മുടെ ഇണകളെയും പാർപ്പിക്കേണ്ടത്. അതിലാണ് നമുക്ക് അഭിമാനവും അന്തസ്സും ഉണ്ടാകേണ്ടത്. അല്ലാണ്ട് അവിടെ ഒട്ടിച്ചിട്ടുള്ള എന്തോ ഒരു ടൈൽസോ അല്ലെ, അല്ലെങ്കിൽ അവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ച എന്തെങ്കിലും മണിവിളക്കോ, അവിടെ ഉണ്ടാക്കി വെച്ച എന്തെങ്കിലും സംഗതിയോ, അതിലല്ല നമുക്ക് അഭിമാനം കൊള്ളേണ്ടത്. എൻ്റെ വീട് മസ്കനാണ്, ശാന്തിയുള്ള വീടാണ്, സമാധാനമുള്ള വീടാണ് എന്ന് നമുക്ക് അഭിമാനിക്കാൻ കഴിയണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.